ഹായ്, വെൽക്കം ടു ഹോം കൺസ്ട്രക്ഷൻ കമ്മ്യൂണിറ്റി. ഇന്ന് നമ്മളൊരു മോഡുലാർ കിച്ചൺ പരിചയപ്പെടുന്നു. അതിന്റെ മോർ ഡീറ്റെയിൽസിലേക്ക് കിടക്കാം. കാണാം. ഈ കിച്ചന്റെ തുടക്കം നമ്മൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്ന രീതിയിൽ മൈക്ക, പ്ലൈവുഡ്, അക്രിലിക് ഷീറ്റ്സ് വെച്ചിട്ടാണ് നമ്മൾ ഈ കിച്ചൺ ഇതിന്റെ വെളി സൈഡ് പാനൽ ചെയ്തിരിക്കുന്നത്. അപ്പൊ നമുക്കിവിടെ നോക്കിയാൽ കാണാം, ഇതിനകത്ത് സ്ട്രിപ്പ് ലൈറ്റ്സ് ഒക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അത് ഗോൾഡൻ മൈക്കയാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഇതിന്റെ ഇന്നർ പോർഷനിൽ കൊടുത്തിരിക്കുന്നത് അക്രിലിക് ഷീറ്റ് ആണ്. ഇനി നമുക്ക് കിച്ചന്റെ ഉൾഭാഗത്തിലോട്ട് കിടക്കാം. ഇത് നമ്മളൊരു കൗണ്ടർ ടേബിൾ പോലെയാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നമ്മളൊരു സ്പോട്ട് ലൈറ്റ്സ് കൊടുക്കാനും ഇതിന്റെ സീലിംഗിനായിട്ട് നമ്മൾ ഹാങ്ങിങ് ലൈറ്റ്സും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിന്റെ ജിപ്സം സീലിംഗ് ആണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അതിനകത്ത് നമ്മൾ സ്ട്രിപ്പ് ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. സിമ്പിൾ ആയിട്ട് ഡിസൈൻ ചെയ്തിരിക്കുകയാണ്. സ്ട്രിപ്പ് ലൈറ്റ്സ് കൊടുത്ത് വാം ലൈറ്റും ബ്രൈറ്റ് ലൈറ്റും രണ്ടും നമ്മൾ കിച്ചണിന് വേണ്ടി കൊടുത്തിട്ടുണ്ട്. ഇത് കംപ്ലീറ്റ്ലി നമ്മൾ ചെയ്തിരിക്കുന്നത് കിച്ചണിന്റെ പോർഷൻസ് ഫുള്ള് ചെയ്തിരിക്കുന്നത് നമ്മൾ WPC എന്ന് പറഞ്ഞ വുഡ് പോളിമർ കോമ്പൗണ്ടിങ് മെറ്റീരിയലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ പുറത്ത് നമ്മൾ കൊടുത്തിരിക്കുന്നത് തികച്ചും അക്രിലിക്കിന്റെ ഗ്ലാസ് ഫിനിഷ് വരുന്ന ഷീറ്റാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അതിന്റെ ഇന്നർ പോർഷൻസിലെല്ലാം നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് എക്കോയുടെ ഫിറ്റിങ്സുകളാണ് നമ്മൾ കൂടുതലും കൊടുത്തിരിക്കുന്നത്. ഇതിന്റെ ഈ അകത്തെ പോർഷൻസുമായിട്ട് നമുക്കറിയാം, കിച്ചണിനകത്ത് വെള്ളത്തിന്റെ ഒരു പ്രശ്നം കൂടുതലായിട്ട് വരുന്നത് കൊണ്ട് പല കസ്റ്റമേഴ്സ് ഞങ്ങളടുത്ത് ചോദിച്ചിട്ടുണ്ട് എന്ത് മെറ്റീരിയലാണ് നമുക്ക് ഇവിടെ കൊടുക്കാൻ പറ്റുന്നത്. സോ ആയിട്ട് ഞങ്ങൾ സെലക്ട് ചെയ്തതാണ് WPC എന്ന് പറഞ്ഞൊരു മെറ്റീരിയൽ. ഇതിന് മുമ്പ് തൊട്ട് മുമ്പ് മൾട്ടിവുഡും വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ മൾട്ടിവുഡും WPC തമ്മിലുള്ള വ്യത്യാസം നമുക്ക് ആദ്യമേ മനസ്സിലാക്കാം. WPC എന്ന് പറയുമ്പോൾ വുഡും പോളിമർ കോമ്പൗണ്ടും കൂടെ ചേർന്ന് വരുന്നതാണ്. മൾട്ടിവുഡ് എന്ന് പറയുമ്പോൾ ഒള്ളി പോളിമർ കോമ്പൗണ്ട് മാത്രം ഉപയോഗിച്ചാണ് അത് വരുന്നത്. ഇതിനകത്ത് നമ്മൾ ഈ അകത്തെ പോർഷൻസിനകത്ത് നമ്മൾ മൾട്ടിവുഡ് മാത്രവും കൊടുത്തിട്ടുണ്ട്. മൾട്ടിവുഡിന്റെയും WPCയും തമ്മിലുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ക്രൂ ഹോൾഡിംഗ് കപ്പാസിറ്റി കൂടുതലാണ് WPC ഉൽപ്പന്നം. നമ്മൾ ടൈറ്റ് ചെയ്യുന്ന, അതായത് ഇപ്പൊ ഓട്ടോ ക്ലോസർ നമുക്കറിയാം, ഇതിനകത്ത് നമ്മൾ ഫിറ്റ് ചെയ്യുന്ന ഓട്ടോ ക്ലോസസ്, ഇതാണ് നമ്മുടെ ഓട്ടോ ക്ലോസസ്. ഇങ്ങനെയുള്ള ഓട്ടോ ക്ലോസസ് സ്ക്രൂ ഇളകി പോകാതിരിക്കാനായിട്ടാണ് നമ്മൾ WPC കൊടുക്കുന്നത്. ഇത് WPCയുടെ ഇൻസൈഡ് ആണ്. ഇത് ഒരു ഐവറി ഫിനിഷിൽ തന്നെയാണ് വരുന്നത്. ഇതിനകത്ത് നമ്മൾ സ്ക്രൂ കൊടുത്തു കഴിഞ്ഞാൽ ഇതൊരിക്കലും ഇളവി വരത്തില്ല. അതുകൊണ്ട് ആണ് നമ്മൾ ഈ WPC ഡോർസിന് കൊടുത്തിട്ട് ഇതിന്റെ ഇന്നർ പോർഷൻ, അതായത് ഫിക്സഡ് ഫ്രെയിം, നമുക്ക് നോക്കിയാൽ ഇതിനകത്തൊരു വൈറ്റ് ലെയർ പോലെ കാണുന്നത്, ഇതിന്റെ ബേസും ഒക്കെ കൊടുത്തിരിക്കുന്നത് മൾട്ടിവുഡിലാണ് കൊടുത്തിരിക്കുന്നത്. ഞങ്ങളിവിടെ കോമ്പിനേഷൻ കൊടുത്തത് എന്താണെന്ന് വെച്ചാൽ ഇത് രണ്ടും രണ്ട് ഉപയോഗമാണ്. അപ്പൊ പല കസ്റ്റമേഴ്സും നമ്മുടെ അടുത്ത് വന്നിട്ട് ചോദിക്കാറുണ്ട് ഇത് WPCയിൽ ഫുള്ള് ചെയ്തുകൂടെയെന്ന്. കാരണം WPCയും മൾട്ടിവുഡും തമ്മിൽ കോസ്റ്റിൽ ചെറിയ ഡിഫറൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ രണ്ടും കൂടെ കമ്പൈൻ ചെയ്യുമ്പോൾ നമുക്ക് കിച്ചൺ നമ്മുടെ ബഡ്ജറ്റിൽ നമുക്ക് ചെയ്യാൻ സാധിക്കും. അപ്പൊ ഇതിന്റെ ഔട്ട്സൈഡ് ഫിനിഷ്, അതായത് ഇതിന്റെ ഔട്ട്സൈഡ് ഫിനിഷിൽ നമ്മൾ അക്രിലിക് കൊടുത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ക്രാച്ച് പ്രൂഫ് ആണ്. അതുപോലെ തന്നെ നമുക്ക് ക്ലീൻ ചെയ്യാൻ എളുപ്പമാണ്. ഇങ്ങനെയുള്ള രണ്ട് പർപ്പസുകൾ ഇത് വരുന്നുണ്ടാണ് നമ്മൾ മൈക്ക് ഒഴിവാക്കിയിട്ട് തികച്ചും അക്രിലിക് ഷീറ്റ് ചോദിച്ചത്. അപ്പൊ ഈ ചൂസൽ നമ്മൾ ചെയ്തപ്പോൾ ക്ലയന്റിന് വന്ന ഒരു ഡൗട്ട് എന്ന് വെച്ചാൽ ഇത് കോസ്റ്റ്ലി അല്ലേ? ശരിയാണ്. ഇതിന്റെ കോസ്റ്റ് എന്ന് പറയുന്നത് സ്വഭാവമായിട്ട് നമുക്കറിയാം ഒരു 5000 വരുന്നുണ്ട് പെർ ഷീറ്റ്. പക്ഷെ എങ്കിൽ പോലും ഇതിന്റെ ഡ്യൂറബിലിറ്റി ആൻഡ് ലൈഫ് എന്ന് പറയുന്നത് വളരെ രീതിയിൽ നമുക്കൊരു 25 years വരെ ഇതേ ഫിനിഷിൽ നമുക്ക് കിച്ചൺ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അതാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിന്റെ ടോപ്പ് സ്വഭാവമായിട്ട് നമുക്കറിയാം, നമ്മളിപ്പോൾ കൊടുത്തിരിക്കുന്ന നാനോ വൈറ്റ് ടോപ്പാണ്. അത് ABC കമ്പനിയുടെ നാനോ വൈറ്റ് ടോപ്പാണ് നമ്മളിതിന് പാനൽ ചെയ്യാൻ കൊടുത്തിരിക്കുന്നത്. അത് തികച്ചും നമ്മൾ ഫ്രെയിമിന്റെ മണ്ടയിലാണ് നമ്മളിത് ചെയ്തിരിക്കുന്നത്. ഒരിക്കലും നമ്മൾ സ്ലാബോ അങ്ങനെയുള്ള ഒന്നും നമ്മൾ യൂസ് ചെയ്തിട്ടില്ല. ഇതിന്റെ ഹൈറ്റും കസ്റ്റമർ റിക്വയർമെന്റ് അനുസരിച്ചിട്ട്, അതായത് നമ്മുടെ ഇവിടുത്തെ വീട്ടമ്മയുടെ ഹൈറ്റ് അനുസരിച്ചിട്ടാണ് നമ്മൾ ഒരു 85-90 സെന്റിമീറ്റർ ഹൈറ്റിലാണ് നമ്മൾ ഈ കിച്ചന്റെ ബേസ് ഫ്രെയിം ചെയ്തതിനു ശേഷം അസംബിൾ ചെയ്തിരിക്കുന്നത്. ഒരുപാട് ടൈപ്പ് ഓഫ് അക്സസറീസ് നമ്മളിവിടെ യൂസ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് GTPT പുൾ ഔട്ട്സും ബോട്ടിൽ പുൾ ഔട്ട്സും ഒക്കെ നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അത് അവരുടെ ഹൈറ്റ് റിക്വയർമെന്റ് അനുസരിച്ചിട്ട് അവർക്ക് എടുക്കാൻ വേണ്ടിയിട്ടാണ് അതൊക്കെ നമ്മളോട് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മളിവിടെ നമ്മുടെ ഹബ് ഒക്കെ കൊടുത്തിരിക്കുന്ന ഫാബറിന്റെ ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അതോടൊപ്പം നമ്മളിവിടെ കൊടുത്തിരിക്കുന്നതെല്ലാം ടാൻഡം ബോക്സുകളാണ് ഫിക്സ് ചെയ്തിരിക്കുന്നത്. അതായത് നമുക്ക് ഒരിക്കലും നമ്മൾ വെക്കുന്ന ഉൽപ്പന്നങ്ങളൊന്നും തന്നെ താഴോട്ട് നമുക്ക് ഡ്രെയിൻ ഔട്ട് ആയിട്ട് വീഴത്തില്ല. ആ രീതിയിലുള്ള ടാൻഡം ബോക്സുകളാണ് നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇത്രയും സ്പേസ് കിട്ടാൻ വേണ്ടി നമ്മൾ വലിയ ടാൻഡം 8 ഇഞ്ച്, 6 ഇഞ്ച്, 4 ഇഞ്ച് അങ്ങനെ ടാൻഡമിന്റെ സ്പേസ് കൊടുത്തിട്ടുണ്ട്.
ഇനി അവർക്ക് ഇതിനകത്ത് വേണ്ടുന്ന ഒരു റിക്വയർമെന്റ് ആയിട്ട് പറഞ്ഞത് ഒരു മാജിക് പുൾ ഔട്ട് ആണ് പറഞ്ഞത്. അപ്പൊ നമുക്ക് അറിയാം, നമുക്ക് മാജിക് പുൾ ഔട്ട്സ് എപ്കോടെയാണ് നമ്മൾ ഇവിടെയും പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പം ഈ കിച്ചണിനകത്ത് നമ്മൾ ഹൈലൈറ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൊഫൈൽ ലൈറ്റ്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഓപ്പൺ തട്ടുകൾ നമ്മൾ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് അവർക്ക് ബോട്ടിൽ വെക്കാനായിട്ടുള്ള പ്രൊവിഷൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടുത്തെ കർട്ടൻസ് നമ്മൾ കൊടുത്തിരിക്കുന്നത് അവർക്ക് ജസ്റ്റ് ഹാങ് ചെയ്ത് വെച്ചാൽ പെട്ടെന്ന് കിട്ടാവുന്ന രീതിയിൽ ഹാങ് ചെയ്യാൻ പറ്റുന്ന കർട്ടൻസ് നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. വിൻഡോസ് എല്ലാം വെറൈറ്റി രീതിയിലാണ് നമ്മളിവിടെ പ്ലേസ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഈ വിൻഡോസ് ജസ്റ്റ് ഒന്ന് കാണാം. ഞങ്ങളിവിടെ ഈ വിൻഡോ ഇങ്ങനെ ചെയ്തില്ല, അതായത് പ്രോ ലിഫ്റ്റ് വെച്ചിട്ട് നമുക്ക് ഓപ്പൺ ചെയ്ത് വെക്കാവുന്ന വിൻഡോസ് ആണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത്. ഇതിന്റെ ക്ലിപ്സ് കൊടുത്തിരിക്കുന്നത് അകത്തുനിന്ന് തന്നെ നമുക്ക് ഓട്ടോമാറ്റിക്കലി നമ്മുടെ വെളിയിൽ നിന്ന് ഇപ്പം ഈ ഡോർ അടച്ചാൽ പുള്ളി ഇത് കണക്ക് ക്ലോസ് ആവുന്ന രീതിയിലാണ് നമ്മൾ ഇതിന്റെ ഫിക്സിംഗ് ഒക്കെ കൊടുത്തിരിക്കുന്നത്. ഇതിന്റെ ഫുൾ കൺസ്ട്രക്ഷൻസ് നമ്മളെ ഗൈഡ് ലൈൻസിലാണ് നമ്മൾ ഇതോടെ ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് മോർ ഡീറ്റെയിൽസ് ഞങ്ങളുമായിട്ട് കോൺടാക്ട് ചെയ്യാൻ പറ്റും. ഞങ്ങളുടെ ഡീറ്റെയിൽസ് താഴെ കൊടുക്കുന്നതായിരിക്കും. ഹാവ് എ ഗ്രേറ്റ് ഡേ.